വീഴ്ച പരിശോധിക്കാനുണ്ടോ? വീഴ്ച. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുന്നത് പതിവാകുന്നു. അങ്ങനെ വരാൻ ഒരു വഴിയില്ല. നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഒരു 3-4 ഫ്ലെക്സ് വെച്ചിട്ടുണ്ടല്ലോ, നമ്പർ 1 കേരളം എന്നുള്ളത് വെച്ചിട്ടില്ലേ? അതുപോലെ തന്നെ അവിടെ പൊതിച്ചോറും കൃത്യമായിട്ട് കൊടുക്കുന്നതാണല്ലോ. മനുഷ്യനവിടെ തീർന്ന ലിപ്സ്റ്റിക് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു. അതിന്റെ ഇടയ്ക്കാണ് ശസ്ത്രക്രിയ ഉപകരണം. ഇങ്ങനെ ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽ ഇല്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ കപ്പല് മുതലാളി അമേരിക്കയ്ക്ക് പോകുന്നിടത്തോളം കാലം ഈ കപ്പലിൽ ഈ മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല സാർ. കപ്പലാടി ഉലയില്ല സാർ. കാരണം മുങ്ങി താഴാറായി. 1.5 മാസം കൊണ്ട് 40,500 രൂപയുടെ ഒരു ബാഗും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ആ ബാഗ് ഒന്ന് മാറ്റി പുതിയൊരു ബാഗ് വാങ്ങിക്കാൻ എനിക്കില്ല. ഈ കേരളത്തെ നമ്പർ 1 ആക്കാൻ വേണ്ടി കപ്പൽ കഴുക്കോല് വെച്ച് കരയിലടുപ്പിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നാട്ടുകാർ മനസ്സിലാക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് നിസ്സാരം ഒരു ശസ്ത്രക്രിയ മുടങ്ങിയ ഉടനെ, എത്ര 100 ശസ്ത്രക്രിയ, അത് മുടങ്ങിയ ഉടനെ നിങ്ങൾക്ക് വലിയ പ്രശ്നം. ഒരു ബാഗിന് വേണ്ട ഒരു 1 ലക്ഷം രൂപയുടെ ഒരു ബാഗ്, ഒരു ലിപ്സ്റ്റിക്ക്, ഒരു 75,000 രൂപയുടെ ഒരു ലിപ്സ്റ്റിക്ക്, ഇതൊന്നും ഇല്ലാതെ ഒരു ആരോഗ്യമന്ത്രി ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുമ്പോ അതൊന്നും നിങ്ങളുടെ വിഷയമല്ല. പിന്നെ ഇപ്പൊ ശസ്ത്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങി, അത് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തുടങ്ങി ഈ നമ്മുടെ സർക്കാരിനെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർക്ക് വേണ്ട പരിഗണനകൾ നമ്മൾ ഉടൻ തന്നെ കൊടുക്കുന്നതാണ്. ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കൽ, ഭീഷണി, മെമ്മോ, ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ആ ഡോക്ടറിന് ലഭ്യമാക്കുന്നതായിരിക്കും. ആ കാര്യങ്ങളിലൊന്നും പൊതുജനങ്ങൾക്ക് യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. അല്ല, നിങ്ങൾക്കൊരു ബോധമുണ്ടോ? സാമാന്യ ബോധമുണ്ടോ ജനങ്ങളെ? ഇവിടെ ഈ ഉപകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ മുഖ്യമന്ത്രി പോലും അമേരിക്കയ്ക്ക് വെച്ച് പിടിക്കുന്നത്. നിങ്ങളൊക്കെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? ഇവിടുത്തെ സാധ്യതകളും ഇവിടുത്തെ പരിമിതികളും ഒക്കെ അറിഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി പോലും പെരുമാറുമ്പോ നിങ്ങളൊക്കെ ഇങ്ങനെ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ചെയ്യൂ, മെഡിക്കൽ കോളേജ്